അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വദബ കാമില റബ്ബി തമിൻ ബിൽ ഖൈരി വസ്സഅദ. അൽഫിയ ഫത്വൽ മുഈൻ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഫത്വൽ മുഈൻ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വുളുഇന്റെ സുന്നത്തുകളെ എടുത്തു പറയുന്ന സ്ഥലത്തായിരുന്നു നാം എത്തിപ്പെട്ടത്. അതിൽ അടുത്തത് വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഫീ കുല്ലി വുളുഇഹി, അതായത് മുതവല്ലിന്റെ വുളു, ഒരാള് വുളു ചെയ്യുന്നു, ആ വുളു ചെയ്യുന്ന ആ ആൾക്ക് ഖിബ്ലക്ക് മുന്നിടല് പ്രത്യേകം സുന്നത്തുണ്ട് എന്നാണ്. നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അത് വിളമ്പി കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എല്ലാം നാം ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. അത് ഒരു മുസ്ലിമിന്റെ അടയാളവും അത് തന്നെയാണ്. കഴിവതും ആ ഭാഗം ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലായ്പ്പോഴും കഴിയണമെന്നില്ല, പക്ഷെ നമ്മൾ ആ സ്ഥലത്തെ ആ ഒരു സൗബിനെ തഹറി ചെയ്യുക, ശ്രദ്ധിക്കുക എന്നതാണ്. അപ്പൊ വുളു ചെയ്യുന്ന സമയത്തും അങ്ങനെയാണ് വേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ആധികാരിക സംഘടനയുടെ തലപ്പത്ത് 40 വർഷക്കാലം ഇരുന്ന മഹാൻ, ആ പണ്ഡിതർ ശ്രേഷ്ഠർ, ഒരു സമയത്ത് എവിടെയോ യാത്രാമധ്യേ ഇങ്ങനെ മാറി ഇരുന്നു എന്ന് കേട്ടു. അപ്പോഴാണ് അവിടെയുള്ള ഒരു സാധാരണക്കാരനായ ഒരാൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ പുകഴ്ത്തുകയും കൂടുതൽ ആ വാക്കിനെ സ്വീകരിക്കുകയും പറഞ്ഞതിന് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ വാക്ക് വല്ലാതെ സ്വീകരിച്ചു എന്ന ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, അതുപോലെ അതേ ഒപ്പം തന്നെ പ്രവർത്തിച്ച മറ്റൊരു പണ്ഡിത ശ്രേഷ്ഠതയായിരുന്നു നമ്മുടെ പട്ടിക്കാട് ജാമിയയ്ക്കൊക്കെ വളക്കൂറ് നൽകിയ മഹാപണ്ഡിതൻ, മഹാനായ ഉസ്താദുന കണ്ണിയത്ത്. ഞാൻ പറഞ്ഞത് ശംസുൽ ഉലമയായിരുന്നു ആദ്യം. ആ മഹാനുഭാവൻ ഒരു സമയത്ത് യാത്രാമധ്യേ നന്ദി ദാറുസലാമിൽ ഇറങ്ങിയിട്ട് വുളു ചെയ്തൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോഴും ചോദിച്ചത് തന്റെ ശിഷ്യനാണ് എങ്കിൽ മറ്റു വശങ്ങളും ഉണ്ട്. ചോദിച്ചത് എന്റെ വുളുഇൽ വല്ല സുന്നത്തുകൾക്കും കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ്. അതിലും ഖിബ്ലയുടെ ശ്രദ്ധ അവര് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആലോചിച്ചു നോക്കൂ, നമ്മൾ മഹത്തുക്കളൊക്കെയും നമുക്ക് മാർഗദർശിനി, അതായത് എടുത്തു പറഞ്ഞാല് ഒരു ദിശാബോധം നൽകുന്ന കൂട്ടത്തിൽ നമുക്ക് എപ്പോഴും ഒപ്പം നിന്നിരുന്ന ആ കട്ടിയും കനവുമുള്ള മഹത്തുക്കൾ, മലബോലോത്തെ ഇമാമികളുടെ കൂട്ടത്തിൽ പെടുത്താം നമുക്ക് എല്ലായ്പ്പോഴും. അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിതം മനസ്സിലാക്കാൻ നമുക്ക് കഴിച്ചു. അത് ഇതിന്റെ പുണ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ന് എടുത്തു പറയുകയാണ്. നമുക്ക് സുന്നത്ത് പറഞ്ഞപ്പോൾ വന്നു പോയതാണ്. വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട എന്ന് പറഞ്ഞതും സുന്നത്താണ്. ഫീ കുല്ലി വുളുഇഹി, മുതവല്ലിന്റെ വുളുഇൽ മുഴുവനും, അതായത് ജമീഇലും അങ്ങനെ വേണം. അപ്പൊ ഇനി ഒരാൾക്ക് ആ ഖിബ്ല വളരെ വ്യക്തമാവുന്നില്ല, അതാണോ ഇല്ല, എന്നാലും തഹറാന്നാണ്, ഒരു ശ്രദ്ധ ചെലുത്തണം. അതായത് ഏകദേശം ഇവിടെ തന്നെ ആയിരിക്കാം, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്താണ്. ഖുർദിയിലുള്ള ഇബാറത്ത് അവിടെ കാണാൻ ഇഷ്തബഹത്ത് അലൈഹി തഹറ നദ്ബൻ എന്നാണ്. ഇവന് ഇഷ്തിബാഹു വന്നു, ഇതാണോ അതാണോ, എന്നാൽ സുന്നത്താണ് അവിടെ നിന്ന് ശ്രദ്ധിക്കല് എന്ന് ഇത് ഇആബില് വിശദീകരിച്ചിട്ടുണ്ട്. ഫി കുല്ലി വുളുഇഹി എന്നാണ്. ഇബ്നു ഹജർ എന്നവർ പറയുന്നു ഫി കുല്ലി വുളുഇഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളുഇന്റെ ശേഷം വരുന്ന നമ്മൾ ദുആ എന്ന പ്രാർത്ഥനയിൽ അടക്കം എന്ത് വേണം, അവിടെയും വേണം. വുളുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന, അതിനുള്ളിലുള്ള എല്ലായ്പ്പോഴും എന്നതാണ് അതിന്റെ ഉദ്ദേശം. അതിന്റെ ശേഷമുള്ള ദിക്റിൽ വരെ വേണം എന്നതാണ്. എന്താണ് അതിന് കാരണം? ജിഹത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഷറഫായ സ്ഥാനം അത് ഏത് തന്നെയാണ് ഈ സ്ഥാനമാണ്. ഇതുകൊണ്ട് തന്നെയാണ് വീടെടുക്കുമ്പോഴും മറ്റുമൊക്കെ ആ ഭാഗത്തിന് ഒരു പരിഗണന കൊടുക്കുന്നതും. അവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ അവിടെ ബാത്റൂമും മറ്റൊക്കെ ആകുമ്പോൾ അതിനെ കുറിച്ച് ചർച്ചയുമുണ്ട്. അത് വേറെയും വിഷയങ്ങൾ അത് വിശദീകരിക്കാനുണ്ട്, അത് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതാണ്. അതിനെ ചിലവര് അടിച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കാം. അങ്ങനെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല, മറ്റില്ല, അത് എന്തോ ഒരു അജ്ഞതയാണ് എന്ന് തന്നെ പറയാനുള്ളൂ. അത് മഹത്തുക്കൾ എല്ലാവരും ആ വഴിയും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അടിസ്ഥാന കേന്ദ്രമായിരിക്കുന്ന നമ്മുടെ വീട് കഅബയായതുകൊണ്ട് കഅബയെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് വീടും എടുക്കേണ്ടത് എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കും. അത് പിന്നൊരു സമയത്ത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.
അപ്പൊ ഖിബലക്ക് മുന്നിലാണ് തെർക്കു തക്കല്ലുമി. അപ്പൊ മനസ്സിലായല്ലോ നമുക്ക് വിഷയം. അതപ്പോ ഖിബല എന്നുള്ളതാണ് നമ്മുടെ എല്ലാ വിഷയത്തിലും, നല്ല എല്ലാ വിഷയങ്ങളിലും നാം മുൻപിൽ വെക്കേണ്ടത്. കിടക്കുന്ന സമയത്ത് ഖിബലയാണ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖിബലയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ വുളൂ ചെയ്യുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത്, ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ദർസ് കേൾക്കുന്ന സമയത്ത്, കൂട്ടമായിട്ട് മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത്, ഇവിടങ്ങളിലെല്ലാം. എന്നാൽ ഈ ദുആക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് ജമാഅത്തിന്റെ മുമ്പിലേക്ക്, കേൾക്കുന്നവരുടെയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ടിരിക്കൽ അവിടെ സുന്നത്തുണ്ട്. കാരണം ദുആയുടെ ഖിബല അത് സമാ ആണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അതാണ് നിസ്കാരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് അവിടെ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുമുണ്ട്. തെർക്കു തക്കല്ലുമി, സംസാരം ഉപേക്ഷിക്കുക. അതിന്റെ ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ സംസാരങ്ങൾ അങ്ങനെ ഒതുകൊടുക്കാണ്. അതിന്റെ ഇടയിൽ സംസാരം, ചിരി, കളി, ഇതൊന്നും പാടില്ല. ഫി അസ്നാഇ വുളൂഇഹി, വുളൂഇന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. ബിലാ ഹാജത്തിൻ, ഒരാവശ്യം ഇല്ലാതെ. ബിലാ ഹാജത്തിൻ, ആവശ്യം ഇല്ലാതെ. അതായത് അപ്പൊ ആവശ്യമുള്ളൊരു സ്ഥിതിയുണ്ട്. ചിലപ്പോൾ എന്താണ്, അംറും ബിൽ മഅറൂഫിന്റെയോ അല്ലെ നഹ്യും അനിൽ മുൻകറോ പോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ഒരാൾ ഇങ്ങനെ വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖത്തിന്റെ പകുതി കഴുകിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അടുത്താണ്, അപ്പൊ ഇങ്ങനെ തോണ്ടിട്ട് പൂർത്തിയാക്കുക എന്ന്, അങ്ങനെയൊക്കെ പോലുള്ള ഒരു അംറും ബിൽ മഅറൂഫ്. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പ് തിരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെറുതെ കിട്ടിയാൽ ആരും കാണുന്നില്ലല്ലോ, പോലീസൊന്നും ഇല്ലല്ലോ ബാക്കില്. അങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ പതിയെ കയ്യിലൊന്ന് കൊട്ടിട്ട് അങ്ങനെ പാടില്ല, ഇത് പറയണം. ഇങ്ങനെ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ പോലുള്ളതാണ് ഹാജത്ത്. ഇങ്ങനെയുള്ള ഹാജത്ത് ഇല്ലാത്ത രീതിയിലുള്ള ദുന്യവിയായ സംസാരങ്ങളെ കൊണ്ടൊന്നും വുളൂന്റെ ഇടയിൽ നമുക്ക് ശുഗലാവാൻ പാടില്ല. ഫിയാസനായ വുളൂഹി ബിലാ ഹാജത്തിൻ ബിഗൈരി ദിക്റിൻ, ദിക്ർ അല്ലാത്തത് കൊണ്ട് എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോ ദിക്ർ കൊണ്ട് ആവുമ്പോൾ അത് കുഴപ്പമില്ല. അപ്പോ ഫല ഇസ്സന്നു തെർക്കു തക്കല്ലും ബിഹി, ആ ദിക്ർ കൊണ്ടുള്ള തക്കല്ലുമിനെ ഉപേക്ഷിക്കൽ സുന്നത്തില്ല. അതെന്താ പറയാൻ കാരണം, ആ വുളൂഇന്റെ ഇടയിൽ നമുക്ക് ചെല്ലാനുള്ള ഒരുപാട് ദുആകളുണ്ട്. അതിനെ നമുക്ക് മുഗ്നി അതുപോലെ തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം, ചില ഗ്രന്ഥങ്ങളിൽ അതിനെ പ്രായോഗികത എടുത്തു പറയുന്നുണ്ട്, ചിലത് അതൊക്കെ ലഈഫാണെന്ന് പറയുന്നുണ്ട്, ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും ഇല്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഫളായിലുൽ അഅ്മാലിൽ ഈ ദുആകൾ ഒക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. നമുക്കറിയാം വുളൂഇൽ നമ്മള് മുൻകൈ കഴുകുന്നു, അതിനുശേഷം വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്ന സമയം, ആ സമയത്ത് നമുക്ക് സുന്നത്തുണ്ട്. എന്തുണ്ട്? അല്ലാഹുമ്മ ലാ തുഹർറിം അലയ്യ റായിഹത്തൽ ജന്ന അല്ലാഹുമ്മ സ്ഖിനി മിൻ റഹീഖിൻ മഖ്തൂം എന്നൊരു പ്രാർത്ഥന അവിടെ സുന്നത്തുള്ളതുണ്ട് തന്നെ. അത് നമുക്ക് കൊണ്ടുവരാം, മനസ്സിലെങ്കിലും കൊണ്ടുവരാം. കാരണം നമ്മൾ ഈ മൂക്കും വായുമൊക്കെ വൃത്തിയാക്കുന്നത് മണം ശ്വസിക്കാനാണ്. ആ മണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏത് മണമാണ്? സ്വർഗത്തിന്റെ മണമാണ്. അപ്പോൾ മനസ്സിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹിക്ക് ശേഷം നമ്മൾ ചൊല്ലുന്നു അല്ലാഹുമ്മ ലാ തുഹർറിം അലയ്യ റായിഹത്തൽ ജന്ന അല്ലാഹുമ്മ സ്ഖിനി മിൻ റഹീഖിൻ മഖ്തൂം എന്ന് അവിടെ ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വുളൂവിൽ മുഖം കഴുകുകയാണ്, അപ്പോഴും നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി കമാ തബിയദു വുജൂഹു ഇബാദിക സ്വാലിഹീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ കൈ കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി എന്ന് വലത്തെ കൈ, ഇടത്തെ കൈയാകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുഅ്തിനി കിതാബി ബിശ്ശിമാലി എന്ന് ചൊല്ലാം. അതുപോലെ തല തടവുന്ന സമയത്ത്, അതുപോലെ തന്നെ അല്ലാഹുമ്മ അളില്ലനി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക് തല തടവുന്ന സമയത്ത്, ചെവി തടവുന്ന സമയത്ത് അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന മാ അഹ്സന എന്ന് ദുആ ചെയ്യാം. കാല് കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ സബ്ബിത് ഖദമിയ അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥന. ഇതൊക്കെ നമ്മളെ മറ്റ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട്, മുഗ്നിയിലും അതുപോലെ മഹല്ലിയിലും ഉണ്ട്. അങ്ങനെ അതിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. എന്നാൽ യഹ്യയിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലും ഒക്കെയും വിശദീകരിക്കപ്പെടുന്നത് ലഈഫായതാണെങ്കിലും ഫളായിലുൽ അഅ്മാലിൽ അമല് ചെയ്യാമെന്നതാണ്. ഏതായിരുന്നാലും ആശയം വെച്ച് നോക്കുമ്പോൾ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് കണ്ടെത്താനും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ദിക്റുകളാണ് നമുക്ക് ഇതിൽ വിശദീകരിക്കാനും ഉണ്ട്, മുഹ്ശിയിലൊക്കെ അത് കാണാം. അപ്പൊ അങ്ങനെയുള്ള ദിക്റുകളെ കൊണ്ടൊക്കെ ശുഗലാവുന്നതിന് കുഴപ്പമില്ല, സമയദൈർഘ്യം ഇല്ലാതെ വരികയും
അവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരികയും ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യണം. അതുപോലെ നമ്മളിതൊക്കെ പാട് ചൊല്ലിക്കുരിക്കുമ്പോഴത്തേന് ബാക്കിലവർക്ക് വുളു ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുസബ്ബലായ മൗഖൂഫായ സ്ഥലത്താണെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് അതൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. അതൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ബിലാ ഹാജത്തിൻ, ഹാജത്ത് ഒരാവശ്യം കൂടാതെ. അപ്പൊ ആവശ്യം എന്താണ്? ഇതാണ് അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ പോലുള്ള അതാണ് ആവശ്യം. ബിഗൈരി ദിക്ർ, ദിക്ർ അല്ലാത്തത് കൊണ്ട്. പക്ഷേ വലാ യുക്റഹു സലാമുൻ അലൈഹി, ആ വുളു എടുക്കുന്ന ആളുടെ മേൽ ഒരാൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അയാൾക്ക് ഒരു സലാം പറയൽ തെറ്റുണ്ടോ ഇല്ലയോ, അത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പൊ സലാം പറയൽ ഏതില്ല, കുഴപ്പമില്ല. വലാ യുക്റഹു സലാമുൻ വലാ യുക്റഹു അല ഗൈറുൽ മുതവദ്ദി അൻ യുസല്ലിമ അലൈഹി, മുതവദ്ദിന്റെ മേൽ ഗൈറുൽ മുതവദ്ദിന് സലാം പറയൽ കറാഹത്ത് ഇല്ല. വലാ മിൻഹു, മുതവദ്ദിയിൽ നിന്നും കറാഹത്തില്ല എന്നാണ്. വലാ റദ്ദുഹു, മുതവദ്ദിനിക്ക് മടക്കലും ഇതില്ല, കറാഹത്തില്ല. സലാം എന്താ പറയാ മടക്ക ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. വലായിക്കറും സൂര്യ സലാമിൻ ഇബ്തിദായി, അത് തുടക്കത്തിൽ തന്നെ ഒരാൾ വരികയാണ്, അപ്പൊ അയാളുടെ സലാം എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ മുത്തവദ്ദിന്റെ മേൽ അത് മടക്കുന്നതിനും കുഴപ്പമില്ല എന്നതാണ് മസല ഇപ്പോൾ നമുക്ക് ഇബാറത്ത് കൊണ്ട് മനസ്സിലാക്കി തന്നത്. അപ്പൊ സലാം പറയുന്നതിന് കുഴപ്പമില്ല, അതാണ്. മടക്കുന്നതിനും കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലായി. അടുത്ത സുന്നത്ത് വതർക്കു തൻശീഫിൻ, തോർത്തലിനെ ഉപേക്ഷിക്കല് സുന്നത്താണ്. ബിലാ ഉദറിൻ, കാരണം കൂടാതെ തോർത്താൻ പാടില്ല. അതിന് ഇത്തിബാഉണ്ട്. എന്താ കാര്യം അറിയോ? മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് കുളിച്ചു കഴിഞ്ഞപ്പോൾ തോർത്താൻ വേണ്ടിയിട്ട് ഒരു മിന്ദീര് അതായത് ടവല് കൊണ്ടു കൊടുത്തപ്പോൾ റസൂൽ അത് വേണ്ടെന്ന് പറഞ്ഞ് മടക്കി എന്നാണ്. അപ്പോ ഉദറ് ഇല്ലാതെ എന്ന് പറയാം. അപ്പൊ ഉദറ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കൊടിയ ശക്തിമത്തായിരിക്കുന്ന തണുപ്പുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ നജസ് ശരീരത്തിൽ ചേരുമെന്നുള്ള പ്രശ്നം അവിടെ വരുന്നുണ്ട്, അതല്ലെങ്കിൽ തയമ്മം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് വേണ്ടി വരും? തോർത്തേണ്ടി വരും. അപ്പോൾ തോർത്ത. മാത്രമല്ല ഇമാം റംലി തങ്ങളുടെ അഭിപ്രായം നജസ് ചേരുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ തോർത്തല് നിർബന്ധമാണ് എന്നതാണ് അവരുടെ അഭിപ്രായം. അപ്പോ തെർക്കു തൻഷീഫിൻ ബിലാ ഉദറിൻ, ഉദർ കൂടാതെ, കാരണം കൂടാതെ തോർത്തല് കറാഹത്താണ്. അല്ല, തെർക്ക് ചെയ്യല് സുന്നത്താണ്. അപ്പോ കൊണ്ടുവരല് കറാഹത്താവും. അതെന്താ കാരണം? ഇത്തിബാഇന് വേണ്ടിയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യപ്പിന് പറ്റിയതിനു വേണ്ടി. അതെന്താ കാര്യം? ലനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റദ്ദ മിൻദീലൻ ജീഅ ബിഹി ഇലൈഹി ലിഅജ്ലി ദാലിക അഖബ വസ്ലിൽ മിനൽ ജനാബത്തി, ജനാബത്ത് കുളിന്റെ ഉടനെയായിട്ട് ഇങ്ങനെ പ്രവാചകന് ഒരു മിന്തിയിൽ കൊടുത്തപ്പോൾ അപ്പുറത്ത് മിന്തിലിനെ തട്ടിയതാണ്. ബിലാ ഉദറിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രദ്ധിക്കണം, ഉദർ ഉണ്ടെങ്കിൽ പറ്റും. അതാണ് തണുപ്പ് അല്ലെങ്കിൽ നജസ് ചേരലിനെ ഭയപ്പെടുക, അതല്ലെങ്കിൽ പിന്നെ ഉടനെ തന്നെ തയമ്മം ചെയ്യേണ്ട ആവശ്യം വരിക. അങ്ങനെ വരുമ്പോൾ പിന്നെ ഉപേക്ഷിക്കൽ സുന്നത്തില്ല എന്നല്ല, അപ്പോൾ അതിന്റെ പ്രവർത്തിക്കൽ ശക്തിയായ സുന്നത്തും കൂടിയാണ് എന്ന് തുഹഫയിലെ ഇബാറത്ത് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായി. അപ്പോ ഇസ്തിഖ്ബാലിന് തർക്കു തൻഷീഫ് സുന്നത്താണ് ഉദറില്ലാതെ. അതുപോലെ തന്നെ അതിനുശേഷം വശഹാദത്താനി അഖബ, വുളുവിന്റെ ഉടനെയുള്ള 2 ഷഹാദത്ത്. വുളുവിന്റെ ഉടനെ, അതായത് ഒരു ഫാസിലില്ല. നമ്മൾ വുളുവൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചെന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല. വുളു കഴിഞ്ഞ ഉടനെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് 2 കൈയിനെയും കണ്ണിനെയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന് ചൊല്ലുക. അതിനുശേഷം വീണ്ടും മറ്റ് പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നുണ്ട്. അങ്ങനെ വന്നാലും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു കൊടുക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഒന്നുകൂടി നമുക്ക് നാളെ വിശദീകരിക്കാം. ഇന്ന് ഇവിടെ നിർത്തുന്നു. കുറഞ്ഞ ഭാഗം എടുത്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.